സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ ഉലമാഇന്റെ സാന്നിധ്യത്തിൽ ഈ സദസ്സിന് ആവശ്യമായതെല്ലാം നേരത്തെ ഷർവാനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മായനാട് സഖാഫി ഉസ്താദ് വളരെ സരളമായ ശൈലിയിൽ വിശാലമായ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി നല്ല സുന്ദരമായ അറബന മുട്ട് വിശാലങ്ങൾ നടക്കാനിരിക്കുക. അതിൻ്റെ ഇടയിൽ പ്രസംഗം നടത്തിയാൽ അത് അക്ഷരാർത്ഥത്തിൽ അധിക പ്രസംഗമാകുമെന്ന് ഉറപ്പുണ്ട്. അതേസമയം ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കനപ്പെട്ട രണ്ട് വസ്തുക്കൾ എന്നാണ് മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ആണിക്കല്ലുകൾ വിശേഷിപ്പിച്ചത്. അതിലൊരു ഭാഗത്ത് പറഞ്ഞത് കിതാബുല്ലാഹി, മറ്റൊന്ന് ഇത്റത്തി. രണ്ടും റസൂലുള്ളാഹിയെ തുലനം ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല, വിശുദ്ധ ഇസ്ലാമിൻ്റെ ലോക ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ദഅ്വാ രംഗത്ത് അല്ലാഹു തആല നടപ്പിലാക്കിയ രണ്ട് സംവിധാനങ്ങളുണ്ട്. ഒന്ന് ടെക്സ്റ്റ് മുഖേനയുള്ള അഥവാ ഗ്രന്ഥങ്ങളിലൂടെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ, മറ്റൊന്ന് വ്യക്തിത്വങ്ങൾ. ആ വ്യക്തികളെ ചുറ്റിപ്പറ്റിയും അവർ പ്രബോധനം ചെയ്ത് ആ പ്രബോധനം മാതൃകയാക്കി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രബോധനവും. അതാണ് 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കൾ. ആ വ്യക്തികൾക്ക് വ്യക്തിമുദ്ര ഉണ്ടാകുന്നതിന് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും സാധാരണക്കാരായ ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇറക്കി വെക്കുന്ന അത്താണികളായി അല്ലാഹു തആല മഹാന്മാരെ നിശ്ചയിക്കുകയും അവർക്ക് അമാനുഷിക സിദ്ധികൾ നൽകുകയും ചെയ്തു. അമ്പിയാക്കന്മാരാകുമ്പോൾ അത് മുഅ്ജിസത്താകും, ഔലിയ ആകുമ്പോൾ അത് കറാമത്തായും മാറും. ഇത്തരം ആളുകൾ നിശ്ചയിച്ചതിന് ശേഷം വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവർ നിങ്ങൾക്ക് സമീപിക്കാം എന്നും വിശുദ്ധ ഖുർആനിലൂടെ ഒഫീഷ്യലായ സ്റ്റേറ്റ്മെന്റ് തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം അല്ലാഹു തആല നടത്തി. ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. ഈ പ്രഖ്യാപനത്തിലൂടെ നിങ്ങളുടെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഇത്തരം അത്താണികളൊക്കെ നിങ്ങൾക്കുണ്ട്, അവർ മഹത്തുക്കളാണ് എന്നും അല്ലാഹു തആല പ്രഖ്യാപിച്ചു. ഇന്നല്ലാഹി ഖൽഖൻ ഖലഖഹും ലിഹവായിജിൻ നാസ്. അല്ലാഹു തആല മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പടപ്പുകൾ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്. ചില മഹത്തുക്കൾ ആവശ്യം വരുമ്പോൾ അവർക്ക് സമീപിക്കാവുന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ പ്രതിസന്ധിയും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ഓടിത്തന്നുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വൈതരണികളും വിഷമങ്ങളും വരുമ്പോൾ ഈ തങ്ങളുപ്പാപ്പന്റെ ഹദ്റത്തിലേക്കല്ലാതെ എങ്ങോട്ടേക്കാണ് നബിയെ ഞങ്ങൾക്ക് വരാനുള്ളത് ഇല്ലല്ലോ എന്ന് മൗലൂദിലൂടെ പാട്ടിലൂടെ പറയുകയും മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. വൈയക്തികമായ പ്രശ്നങ്ങളായ രോഗശമനം മുതൽ ആത്മീയമായ ചികിത്സാ രീതികൾ അന്വേഷിച്ചുകൊണ്ട് മറവിയിലൂടെ വന്ന് പൊതു സാമൂഹ്യ വിപത്താകുന്ന മഴയില്ലാത്ത പ്രശ്നങ്ങൾക്കടക്കം ആ അല്ലാഹു നിശ്ചയിച്ച മഹത്തുക്കളെ സമീപിച്ചുകൊണ്ട് പരിഹാരം തേടുകയും അതിനപ്പോൾ തന്നെ അമാനുഷിക സിദ്ധികളിലൂടെ കേവലം പ്രാർത്ഥനകളിലൂടെ മാത്രം അല്ല. അങ്ങനെ ചില ആളുകളൊക്കെ മനസ്സിലാക്കാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്, പ്രാർത്ഥിച്ചു കൊടുത്തതാണ്. ഒരിക്കലും അങ്ങനെയല്ല. അതേസമയത്ത് അതുണ്ട്. അതോടൊപ്പം അല്ലാത്ത രംഗത്തിലൂടെയും ഒക്കെ പ്രാവർത്തികമായും അല്ലാതെയും ഒക്കെ അതിനുള്ള പരിഹാരങ്ങളും കഴിച്ചു. വിശാലമായി ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല, സമയം അനുവദിക്കുന്നില്ല.
ലോകത്ത് മുഴുവനും മതപ്രബോധന പ്രവർത്തനത്തിന് അത്തരത്തിലുള്ള മഹത്വക്കൾക്ക് അല്ലാഹു തആല സമ്മതം നൽകുക